ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 23 തിങ്കളാഴ്ച. പോലീസ് നിയമ ഭേദഗതിക്കെതിരെ വ്യാപക പ്രതിഷേധം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള സർക്കാർ നീക്കം ജനാധിപത്യ വിരുദ്ധമെന്ന് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും നിയമജ്ഞരും അഭിപ്രായപ്പെടുന്നു. ജനാധിപത്യ വിരുദ്ധ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഇവർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. മൌലികാവകാശവും മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അപകടത്തിലാക്കുന്ന പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കാൻ പാടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അഴിമതിയുടെയും ആരോപണങ്ങളുടെയും ശരശയ്യയിലായ പിണറായി സർക്കാർ മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി. ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടവും ജനങ്ങളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയ പോരാട്ടവും നടത്തുമെന്ന് ഉമ്മൻചാണ്ടി. സൈബർ അധിക്ഷേപങ്ങൾ തടയാനെന്ന പേരിൽ ഇടതു സർക്കാർ കൊണ്ടുവന്ന മാധ്യമ മാരണ ഓർഡിനൻസ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മൌലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സൈബർ ആക്രമണങ്ങൾ തടയാനെന്ന പേരിൽ സംസ്ഥാന സർക്കാർ പോലീസ് ആക്ട് ഭേദഗതിയിലൂടെ നടപ്പാക്കിയ കരിനിയമം മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടുന്നതും നിർഭയമായ അഭിപ്രായ സ്വാതന്ത്ര്യം നിരോധിക്കുന്നതുമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശിച്ചു. ഇത് തികഞ്ഞ ഫാസിസമാണെന്നും മുല്ലപ്പള്ളി. പോലീസ് നിയമ ഭേദഗതി പിൻവലിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പു പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പുതിയ നിയമം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. സുപ്രീംകോടതി നിലപാടിന് വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് നിയമ ഭേദഗതിയെന്നും വി മുരളീധരൻ പ്രതികരിച്ചു. കേരള സർക്കാരിന്റെ പുതിയ പോലീസ് നിയമ ഭേദഗതിയെ വിമർശിച്ച് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണും ഭേദഗതി നിർദ്ദയമാണെന്നും എതിരഭിപ്രായത്തെ നിശബ്ദമാക്കാൻ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും ഭൂഷൺ ട്വീറ്റിൽ പറഞ്ഞു. പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കാൻ പ്രത്യേക നടപടിക്രമം തയ്യാറാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചാവും പ്രത്യേക നടപടിക്രമം തയ്യാറാക്കുക. ഓർഡിനൻസ് ഒരുവിധത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനാണിതെന്നും പോലീസ് മേധാവി അറിയിച്ചു. വിവാദമായ പോലീസ് നിയമ ഭേദഗതിയിൽ CPM കേന്ദ്ര നേതൃത്വം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചെന്ന് റിപ്പോർട്ടുകൾ. അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണ് പുതിയ നിയമം എന്ന് വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് CPM കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. ഭേദഗതിയിൽ തിരുത്തൽ വരുത്താൻ സംസ്ഥാന ഘടകത്തിന് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശം നൽകുമെന്നും റിപ്പോർട്ടുകൾ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ CAGയും EDയും കൂടി ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നുവെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ED മാധ്യമങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് വഴി വാർത്ത ചോർത്തിക്കൊടുക്കുന്നു. തലക്കെട്ടുപോലും എങ്ങനെ വേണമെന്ന് ഉപദേശിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് ഐസക് പറഞ്ഞു. കോവിഡ് രോഗികളുടെ വോട്ട് രേഖപ്പെടുത്താനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്കെത്തും. ആരോഗ്യവകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കുമാണ് കമ്മീഷൻ സൌകര്യമൊരുക്കുന്നത്. കേരളത്തിൽ ഇന്നലെ 48,015 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ 65,856 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 27 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,049 രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,445 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 662 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,227 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. മലപ്പുറം 796, കോഴിക്കോട് 612, തൃശൂർ 543, എറണാകുളം 494, പാലക്കാട് 468, ആലപ്പുഴ 433, തിരുവനന്തപുരം 383, കോട്ടയം 355, കൊല്ലം
314, കണ്ണൂർ 233, ഇടുക്കി 220, പത്തനംതിട്ട 169, വയനാട് 153, കാസർഗോഡ് 81. സംസ്ഥാനത്ത് ഇന്നലെ 2 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 559 ഹോട്ട്സ്പോട്ടുകൾ. സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ പരാജയത്തിന് കാരണം നേതാക്കളുടെ പഞ്ചനക്ഷത്ര സംസ്കാരമാണെന്ന വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. പാർട്ടി ടിക്കറ്റ് കിട്ടിയാൽ ആദ്യം പഞ്ചനക്ഷത്ര ഹോട്ടൽ ബുക്ക് ചെയ്യും എന്നതാണ് ഇന്നത്തെ നേതാക്കളുടെ പ്രശ്നം. ഒരിടത്തേക്കുള്ള റോഡ് മോശമാണെങ്കിൽ അവർ അങ്ങോട്ട് പോകില്ല. നേതാക്കൾക്ക് താഴെത്തട്ടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടുവെന്നും ആസാദ്. മണ്ഡലകാലം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനത്തിന് ഇതുവരെ എത്തിയത് 9,000 തീർത്ഥാടകർ. കഴിഞ്ഞ വർഷം 3 ലക്ഷത്തോളം പേർ ഈ സമയം മല ചവിട്ടിയിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് മുൻ മന്ത്രി നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ. ശിവരാജ് നഗർ മുൻ MLA ആയിരുന്ന റോഷൻ ബൈഗിനെയാണ് CBI അറസ്റ്റ് ചെയ്തത്. ഐ-മോണിറ്ററി അഡ്വൈസറി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ വർഷം തന്നെ ഒരുക്കം തുടങ്ങി BJP. 120 ദിവസം നീളുന്ന പര്യടനത്തിന് ദേശീയാധ്യക്ഷൻ JP നഡ്ഡ തയ്യാറെടുത്തു. പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിളങ്ങാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളിൽ മികച്ച നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് നഡ്ഡയുടെ ദേശീയ പര്യടനം. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ ശക്തമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നതെന്ന് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LED വിളക്കുകൾ ജനപ്രിയമാക്കിയതിലൂടെ പ്രതിവർഷം 38 മില്യൺ ടൺ കാർബൺ ബഹിർഗമനം ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നും 8 കോടി കുടുംബങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പുകൾ നൽകിയെന്നും പ്രധാനമന്ത്രി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തമിഴ്നാട് പുതുച്ചേരി തീരത്ത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. അതേസമയം അറബിക്കടലിൽ രൂപം കൊണ്ട ഗതി ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി. നാളെ രാവിലെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റായി സൊമാലിയ തീരത്ത് പ്രവേശിക്കാനാണ് സാധ്യത. ഇന്ത്യയിൽ ഇന്നലെ 44,404 കോവിഡ് രോഗികൾ. മരണം 510. ഇതോടെ ആകെ മരണം 1,33,773 ഇതുവരെ 91.40 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.43 ലക്ഷം രോഗികൾ. 85.61 ലക്ഷം പേർ രോഗമുക്തി നേടി. ഡൽഹിയിൽ ഇന്നലെ 6,746 കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ 5,753 പേർക്കും പശ്ചിമബംഗാളിൽ 3,591 പേർക്കും കർണാടകയിൽ 1,704 പേർക്കും ആന്ധ്രയിൽ 1,121 പേർക്കും തമിഴ്നാട്ടിൽ 1,655 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 4,79,360 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ ഇന്നലെ 1,28,360 പേർക്കും ഇറ്റലിയിൽ 28,337 പേർക്കും രോഗം ബാധിച്ചു. 7,357 പേരാണ് ഇന്നലെ മരിച്ചത്. അമേരിക്കയിൽ 852 പേരും ഇറ്റലിയിൽ 562 പേരും മെക്സിക്കോയിൽ 550 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 5.89 കോടി കോവിഡ് രോഗികളും 13.93 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ISLൽ FC ഗോവ ബാംഗ്ലൂരു FC മത്സരം സമനിലയിൽ. 66 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിൽ നിന്ന ഗോവ ഇഗോർ അങ്കുളോയുടെ ഇരട്ട ഗോളിൽ സമനില പിടിച്ചുവാങ്ങുകയായിരുന്നു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ATP ഫൈനൽസിൽ മെദ്വെദേവ് ഡൊമിനിക് തീം കിരീടപ്പോരെ. ലോക 1-ാം നമ്പർ നൊവാക് ജോക്കോവിച്ചും ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ റഫേൽ നദാലും ATP ഫൈനൽസിന്റെ ഫൈനൽ കാണാതെ പുറത്ത്. ജോക്കോവിച്ചിനെ ഡൊമിനിക് തീം മറികടന്നപ്പോൾ നദാൽ റഷ്യൻ താരം ഡാനിയൽ മെദ്വെദേവിന് മുന്നിൽ അടിപതറി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.